ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിലെ പോലെ അല്ല. ഒന്നാം ക്ലാസ്സിലേക്ക് നേരിട്ട് സ്കൂളിൽ എത്തുന്ന കുട്ടികളല്ല മിക്കവരും. എല്ലാവരും തന്നെയും ഇത്തരത്തിൽ LKG യും UKG ഒക്കെ കടന്ന് ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾ. അപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ള പരിചയമൊക്കെ എല്ലാവർക്കും ഉണ്ട്, ക്ലാസ്സിലിരുന്നൊക്കെയുള്ള. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ പോലെ ഈ ആദ്യമായിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ ഉള്ള കരച്ചിലും ബഹളമൊന്നും ഇപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്തത്. എന്തായാലും കുട്ടികൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് സന്തോഷമുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനോടും കൂടി നമുക്ക് ചോദിക്കാം. ഈ പാഠപുസ്തകം പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റ് തലത്തിലുള്ള ക്ലാസ്സുകളൊക്കെയും ഒരു നല്ല പൗരനായി വളരാൻ, നല്ല വ്യക്തിയായി വളരാനുള്ള ക്ലാസ്സുകളൊക്കെയും കുട്ടികൾക്ക് അവിടെ നൽകി തുടങ്ങുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. അത് ഈ ഒന്നാം തലം തൊട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനോടും കൂടി ചോദിക്കാമെന്ന്. തീർച്ചയായും ആര്യ, കാര്യം അത് ചോദിക്കേണ്ടത് തന്നെയാണ്. അപ്പം ആര്യ സൂചിപ്പിച്ചതുപോലെ കളിയും അല്ലെങ്കിൽ അത്തരം കരച്ചിലും എല്ലാം തന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ നിന്ന് വെച്ച് തന്നെ അവരത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവരത് പരിചയസമ്പന്നരായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ടീച്ചറെ, തയ്യാറെടുത്തോ? കഴിഞ്ഞോ? കുട്ടികളെ ഇനി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതെ, അങ്ങോട്ട് കൊണ്ടുപോകണം സാറേ. നമ്മുടെ എന്തായാലും കുട്ടികളൊക്കെ നല്ല വളരെ മിടിക്കുക. ഇതിൽ ഇപ്പോൾ ഈ പുതിയ ചില മാറ്റങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ. അധ്യയന പാഠ്യാവലിയെല്ലാം സംബന്ധിച്ച് പാഠ്യാവലിയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കൂടുതൽ എന്തെങ്കിലും കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? കാരണം ഒരു അടിസ്ഥാനത്തിലെല്ലാം തന്നെ അവർ ഒരുക്കിയെടുക്കുക എന്നത് പ്രാഥമിക തലം മുതൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. എങ്ങനെയാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നാം തരം എന്നെല്ലാം? സാറേ, കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് അക്ഷരങ്ങളും ഇതുപോലെ കളിയിലൂടെയും ചിരിയിലൂടെയും അവർ ടെൻഷനില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഭയങ്കര പ്രഷറും പിള്ളേർക്ക് മൊബൈലിൻ്റെ അഡിക്റ്റും. ആ പിള്ളേർ പ്രകൃതിയോടും മറ്റുള്ളതിലൂടെയൊക്കെ ചേർന്ന് കളിയിലൂടെയും ചിരിയിലൂടെയും പോകണം എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഒരു അതിസമ്മർദ്ദവും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണുകളോടാണ് കൂടുതൽ പെട്ടെന്ന് പരിചയം. കാരണം ഒരുപക്ഷെ ആദ്യത്തെ കൂട്ടുകാരൻ അതാണെന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാലം എത്തിയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി സമൂഹത്തെ മനസ്സിലാക്കുക, ഈ സാമൂഹ്യപരമായ വിഷയങ്ങൾ മനസ്സിലാക്കുക, ആരാണ് ചുറ്റുമുള്ളത് എന്നത് അവരെ പഠിപ്പിക്കുക എന്നതെല്ലാം തന്നെയും ഈ ഒരു ചുവടുവയ്പ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നോക്കുക, വളരെ സന്തോഷകരമായിട്ട് പൂക്കളെ പോലെ ചിരിച്ചുകൊണ്ട് മനോഹരമായ കിരീടങ്ങളെല്ലാം ചൂടിക്കൊണ്ട് അവർ നടന്നു പോകുന്നത് അവരുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നാളുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷകരമായ കാഴ്ചകൾ തന്നെയാണ്. ആ ചിരിക്കുന്ന കുട്ടികളുടെ മുഖം കാണുക എന്നത് തന്നെയും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതായാലും അവരെല്ലാം ഇനിയിപ്പോൾ ഇവിടെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ട്. അതിനുശേഷം തിരികെ ക്ലാസ് മുറികളിലേക്ക് അവർ എത്തും. ഇതിനുശേഷം ഇന്ന് മാതാപിതാക്കൾക്കൊപ്പം തന്നെ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകും. വലിയ രീതിയിലുള്ള പഠനങ്ങളോ കാര്യങ്ങളോ ഇന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം മുതൽ ഒരു അധ്യയന ദിവസങ്ങൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയുമാണ്. ഇവിടെ ഗേൾസ് സ്കൂളിലെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ കാണുന്നത്. പോകുന്ന കുരുന്ന മിടുക്കന്മാരുമെല്ലാം ഇനി ഈ സ്കൂളിൻ്റെ ഭാഗമാകുന്നു. 10ാം തരം വരെ 12ാം തരം വരെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകുവാനുള്ള പിന്നീട് അവശേഷിക്കുന്ന വലിയൊരു കാലം സജീവമായിട്ട് സ്കൂളിൽ തുടരുന്നതിൻ്റെ ആദ്യ ദിവസം കൂടിയാകുന്നു ഇന്ന്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വളരെ വർണ്ണാഭമായി തന്നെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാവുകയാണ്. എറണാകുളം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാവരും ഇപ്പോൾ ആ പ്രവേശനോത്സവ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള കിരീടമൊക്കെ ചൂടി വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. നമുക്ക് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോകാം. സാരംഗ് സുധാകരൻ അവിടെ കോട്ടൺ ഹിൽ സ്കൂളിൽ തുടരുന്നുണ്ട്. സാരംഗ്, അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടോ? എങ്ങനെയാ, ആക്റ്റീവാണോ എല്ലാവരും? പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. പേടിയുണ്ടോ ചിലർക്കെങ്കിലും? എങ്ങനെയാണ്? അതോ എല്ലാവരും ചിരിച്ചു കളിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി ഇരിക്കുകയാണോ?
സാരംഗ് കേൾക്കാമോ? ഓക്കെ, സാരംഗിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും പുതിയ അധ്യയന വർഷത്തിന് വളരെ വർണ്ണാഭമായ തുടക്കം കുറിക്കുകയാണ്. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്തായാലും വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ സമയക്രമത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അരമണിക്കൂർ കൂടുതൽ കുട്ടികൾക്കിനി ക്ലാസ്സിൽ ചെലവഴിക്കണം. അരമണിക്കൂർ കൂടുതൽ സമയം കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇത്തവണ മുതൽ 6 മുതൽ 7 ശനിയാഴ്ച വരെ ഇനി ഈ വർഷം ക്ലാസ്സുകൾ അധികമായി ഈ അധ്യയന വർഷത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യേകതയുണ്ട്. അതോടൊപ്പം സിലബസിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം AI-യുടെയും റോബോട്ട്സിൻ്റെയും ഒക്കെ കാലമാണ്. അപ്പോൾ റോബോട്ടിക്സ് ഒരു പ്രധാന വിഷയമായി ഈ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് ഒരു വിഷയമായി വന്നിരിക്കുന്നു. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം, സമൂഹത്തിൽ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള ലഹരി എന്ന വലിയ വിപത്തുണ്ട്. അതോടൊപ്പം അക്രമ സംഭവങ്ങളൊക്കെ ധാരാളമായി കൂടി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് തെറ്റേതാണ് ശരി ഏതാണ്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, പെരുമാറണം, മറ്റുള്ള സഹജീവികളെ എങ്ങനെ സ്നേഹവായ്പോടെ നോക്കിക്കാണണം എന്നുള്ളതൊക്കെ അറിയില്ല. അവരെപ്പോഴും മൊബൈലിനും കമ്പ്യൂട്ടറിനും മറ്റ് സാങ്കേതിക വിദ്യകൾക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കുട്ടികളെ അത്തരത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വളർത്തിയെടുക്കുക എന്ന് പറയുന്നതും വലിയൊരു പ്രയത്നമാണ്. അപ്പോൾ അത് സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ്. അതിന് സ്കൂളിനും ടീച്ചേഴ്സിനും പാഠ്യപദ്ധതിക്കുമെല്ലാം വലിയ പങ്ക് വഹിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ കുട്ടികളെ ഇത്തരത്തിൽ നേരെ ക്ലാസ് തുടങ്ങുന്നു, പതിവ് പോലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്ന് മാറി ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാനുള്ള പുതിയ നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സൂംബ അടക്കമുള്ള അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള സൂംബ ഡാൻസ് പോലെയുള്ള കലാപരിപാടികളും അവരെ അഭ്യസിപ്പിക്കുന്നുണ്ട് എല്ലാ കുട്ടികളെയും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ അധ്യയന വർഷത്തിന്. സാരംഗിലേക്ക് പോകാം. സാരംഗുണ്ട് നമുക്കൊപ്പം കോട്ടൺ ഹില്ല് സ്കൂളിൽ നിന്ന്. സാരംഗ്, എങ്ങനെ എല്ലാവരും അവിടെ എത്തിയോ? വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തി തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ചെറിയ കിരീടങ്ങൾ വെച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്തവണ വളരെ വ്യത്യസ്തമായി നമുക്ക് പറയാൻ കഴിയുന്നത് കുട്ടികൾ അധികം കരയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും ഉള്ള ഒരു ആചാരം പോലെ കൊണ്ടുനടക്കുന്ന സംഭവമായിരുന്നു കുട്ടികൾ കരയുക എന്നുള്ളത്. പക്ഷേ ഇത്തവണ എല്ലാവരും നല്ല ചിൽ മൂഡിലാണ് നിൽക്കുന്നത്. ആരും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അമ്മേനെ കാണുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ചിരികളികളുമായിട്ടൊക്കെയാണ് കുട്ടികൾ പോകുന്നത്. നമുക്ക് കുട്ടികൾ